ബ്രിട്ടനിൽ പുതിയ പ്രധാനമന്ത്രി ചുമതലയേറ്റെടുത്തിരിക്കുകയാണ്. ലേബർ പാർട്ടി നേതാവായ ആന്റി ബേൺഹാമാണ് പുതിയ പ്രധാനമന്ത്രിയെ ചുമതലയേറ്റത്. നേരത്തെ ജനപ്രീതി കുറഞ്ഞതിനെ തുടർന്ന് കെയർ സ്റ്റാമർ രാജിവെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ പ്രധാനമന്ത്രി ചുമതലയേറ്റെടുത്തിരിക്കുന്നത്. നോക്കൂ, കഴിഞ്ഞ 10 വർഷത്തിനിടെ 7 പ്രധാനമന്ത്രിയാണ് ബ്രിട്ടനിൽ വന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ തുടരെ ഉണ്ടാകുന്ന നേതൃമാറ്റം, അവിടെയുള്ള സാമ്പത്തിക വളർച്ചാക്കുറവ്, ഈ പറഞ്ഞതുപോലെയുള്ള പശ്ചിമേഷ്യൻ സംഘർഷം കൊണ്ടുണ്ടാകുന്ന ഊർജ്ജ പ്രതിസന്ധി, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾക്കിടയിലാണ് പുതിയ പ്രധാനമന്ത്രി ചുമതലയേൽക്കുന്നത്. അപ്പോൾ ഈ വെല്ലുവിളികളെയൊക്കെ മറികടന്ന് എത്ര നാൾ തുടരാൻ കഴിയും ആന്റി ബേൺഹാമിന് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. തൗസറിന് എന്ത് തോന്നുന്നു? എന്താണ് യഥാർത്ഥത്തിൽ ബ്രിട്ടനിലെ ഒരു പ്രശ്നം? ആന്റി ബേൺഹാമിന് എത്ര തുടരാൻ പറ്റുമെങ്കിലും ഇപ്പോൾ 1 വർഷം കഴിഞ്ഞല്ലോ, ഫുൾ ടൈം അദ്ദേഹത്തിന് എന്തായാലും ഉണ്ടാവില്ല. പറഞ്ഞാൽ 10 വർഷത്തിനിടയിൽ 7 പ്രധാനമന്ത്രിമാർ ബ്രിട്ടൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്തതാണ്. കാരണം ബ്രിട്ടനല്ല, ഈ ഡെവലപ്ഡ് വെസ്റ്റേൺ കൺട്രീസ്, G7 കൺട്രീസിൻ്റെ പൊതുവായൊരു പ്രത്യേകത, ഇറ്റലി മാറ്റിക്കഴിഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയാണ്. ഒരു ടേം പൂർത്തീകരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് വളരെ അപൂർവമായിട്ട് മാത്രമേ അത്തരം സംഗതിയിൽ, ഇപ്പോൾ അമേരിക്കയിൽ പ്രസിഡന്റ് ഇടയ്ക്ക് വെച്ച് മാറി നമ്മൾ കാണുന്നില്ലല്ലോ. കനഡയിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഈ G7 ഡെമോക്രസീസിൻ്റെ ഒക്കെ പൊതുവായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ 10 വർഷത്തിനിടയിൽ 7 പ്രൈം മിനിസ്റ്റേഴ്സ്. അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ 7 പ്രൈം മിനിസ്റ്റേഴ്സ് ഉണ്ടായത് ബ്രെക്സിറ്റിന് ശേഷമാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ബ്രെക്സിറ്റ് എത്രത്തോളം അവരുടെ ബ്രിട്ടനെ, നമ്മൾ മുമ്പൊരിക്കലും ബ്രെക്സിറ്റിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തതാണ്, എത്രത്തോളം അതിനെ ബാധിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ബ്രെക്സിറ്റിന് ശേഷം അവരുടെ എക്കണോമി മര്യാദയ്ക്ക് നിന്നിട്ടില്ല. അത് ലളിതമാണ് കാരണം. ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആധുനിക മനുഷ്യന് ഒരുപക്ഷെ ഈ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം മനുഷ്യൻ്റെ രാഷ്ട്രീയ ഭാവനയിലുണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച ഒരു പൊളിറ്റിക്കൽ ഫോർമേഷനായിരുന്നു യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. അതിലും ഗംഭീരമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫോർമേഷൻ ആധുനിക രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ബോർഡർലെസ് റെജീം ഉണ്ടാകുന്നു, വിസ ഫ്രീ റെജീംസ് ഉണ്ടാകുന്നു, മനുഷ്യരുടെ, ചരക്കുകളുടെ, സേവനങ്ങളുടെ വലിയ തോതിലുള്ള സഞ്ചാരം സംഭവിക്കുന്നു. കോൺഫ്ലിക്റ്റിന് പകരം കോപ്പറേഷൻ, അതിലൂടെ മനുഷ്യരാശിക്ക് നിലനിൽക്കാൻ പറ്റും. കോമൺ പാർലമെൻറ്റ് ഉണ്ടാകുന്നു, കോമൺ കറൻസി ഉണ്ടാകുന്നു, കോമൺ മാർക്കറ്റ് ഉണ്ടാകുന്നു. അപ്പം മനുഷ്യന് വിശാലമാകുന്നതിൻ്റെ വലിയൊരു ഇതായിരുന്നു അത്. അതിൽ നിന്ന് ഒരു രാജ്യം മാറി നിൽക്കുക, സ്വയം ഐസൊലേഷൻ പ്രഖ്യാപിക്കുക, ഞങ്ങളില്ല എന്ന് പറയുന്നത് ആധുനിക വിരുദ്ധമായ, പുരോഗമന വിരുദ്ധമായിട്ടുള്ളൊരു നിലപാടാണ്. പക്ഷേ ആ രാജ്യം അങ്ങനെ നിലപാട് സ്വീകരിച്ചു. അപ്പോൾ ആ നിലപാട് സ്വീകരിക്കുന്നതിൽ രാജ്യം എത്തിയതിൻ്റെ കാരണം എന്താണ്? ഈ പറഞ്ഞ നമ്മുടെ നാട്ടിൽ മിത്രങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പാരനോയിക് പൊളിറ്റിക്സ് അവിടെ കൊണ്ടുവന്നു. മറ്റവന്മാർ വരികയാണ്, അവന്മാർ കയറി വരുന്നു, നമ്മളുടെ എല്ലാം അടിച്ചുകൊണ്ട് പോകുന്നു. പോളണ്ടിൽ നിന്ന് ആൾക്കാർ വരുന്നു, റൊമാനിയയിൽ നിന്ന് ആൾക്കാർ വരുന്നു, നിലവാരമില്ലാത്ത ആൾക്കാർ. ഇവിടെയൊക്കെ ചില ആളുകൾ ബംഗാളികൾ വന്ന് നമ്മുടെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നില്ല. അതേമാതിരി പറഞ്ഞ് അവിടെയുള്ള കുറേ അധികം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു. കുറേ അധികം ആളുകളെന്ന് വെച്ചാൽ ചെറിയ ഭൂരിപക്ഷത്തിനാണ് കേട്ടോ അത് ബ്രെക്സിറ്റ് പാസ്സാകുന്നത്. 51%, ചെറിയ ഭൂരിപക്ഷം. അതിന് സ്കോട്ട്ലൻഡിൽ മഹാഭൂരിപക്ഷം ബ്രെക്സിറ്റിനെതിരായിരുന്നു. അപ്പോൾ സ്കോട്ട്ലൻഡ് നിങ്ങളിങ്ങനെ പണിയാൽ ഞങ്ങൾക്ക് വേറെ പണി നോക്കണം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരണമെന്ന് സ്കോട്ട്ലൻഡുകാർ പറയുന്നത്. അപ്പോൾ ഈ വാട്സപ്പ് മെസ്സേജുകളിലൂടെ, ഈ സോഷ്യൽ മീഡിയകളിലൂടെ ഒരു പ്രതീതി സൃഷ്ടിച്ചിട്ട് ഒരു റഫറൻഡം നടത്തി ഒരു വലിയൊരു മനുഷ്യകുലം നേടിയെടുത്ത ഗംഭീരമായ രാഷ്ട്രീയ മുന്നേറ്റം എന്നാണ് ഞാൻ ഈ യൂറോപ്യൻ യൂണിയനെ കുറിച്ച് പറയാം. അതിൽ നിന്ന് ഇവർ മാറി നിന്നു. അപ്പോൾ അതിനുശേഷം നടുന്നവർക്കാൻ ബ്രിട്ടന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് ഒരു പ്രധാനമന്ത്രിക്കും ഡെലിവർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എക്കണോമി കുഴഞ്ഞ് മറിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നോട്ട് നിരോധനമില്ലേ, എന്താണ് അതിന് നമ്മൾ ആന മണ്ടത്തരം എന്നാണ് പറയുമെങ്കിൽ ബ്രെക്സിറ്റിന് ഹിമാലയം മണ്ടത്തരം എന്ന് പറയാം. ആ നിലക്കുള്ള മണ്ടത്തരമാണ് ചെയ്ത് അവരുടെ എക്കണോമി അതിനുശേഷം നടുന്നവർന്നിട്ടില്ല. എല്ലാ നിലക്കുമുള്ള തിരിച്ചടി ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ തിരിച്ചടി ഉണ്ടാകുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഭരണകൂടം ഡെലിവർ ചെയ്യാതിരിക്കുന്നിടത്താണ് ഈ വലതുപക്ഷം വളരുക. കാരണം ഈ എന്തുകൊണ്ടാണ് നമുക്ക് വേണ്ടത്ര ഹൗസിംഗ് ലഭിക്കുന്നില്ല, വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല, ഹെൽത്ത് കെയർ ലഭിക്കുന്നില്ല, ഇതിനെക്കുറിച്ചുള്ള ആശ്വാസം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് പാവപ്പെട്ട ആളുകൾ, സാധാരണക്കാർക്കിടയിലാണ്. അവർക്കിടയിലാണ് റീഫോം പാർട്ടി വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ കീർ സ്റ്റാമറിൻ്റെ രാജിയുടെ ഒരു ട്രിഗറിങ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് മൻഡൽസനെ അവിടെ അംബാസഡറായി നിശ്ചയിക്കുന്നു UK-യിൽ. അയാൾ നല്ല ഡിപ്ലോമാറ്റാണ്. പക്ഷേ ആ മനുഷ്യൻ്റെ പേര് ഈ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് ഇതിൽ വരുന്നു. പിന്നെ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കാൻ, ലോക്കൽ ബോഡി ഇലക്ഷൻ വൻ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്.
വൻ തിരിച്ചടി ആർക്കും ഉണ്ടാകുന്നു? ലേബർ പാർട്ടിക്ക് ഉണ്ടാകുന്നു. കഴിഞ്ഞ തവണ ഗംഭീരമായ വലിയ ഭൂരിപക്ഷത്തിലാണ് ഇവർ വിജയിക്കുന്നതെന്ന് മനസ്സിലാവും പാർലമെൻറ്റിലേക്ക്. എങ്ങനെ നമ്മൾ പാർലമെൻറ്റിലേക്ക് വൻ ഭൂരിപക്ഷത്തിന് സീറ്റിൻ്റെ എണ്ണത്തിലാണ് ഭൂരിപക്ഷം. മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ 34% ഉള്ളൂ. വൻ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും 34% വോട്ടേ ഉള്ളൂ. അത് എത്രത്തോളം ഇൻസ്റ്റേബിളാണ്, എന്താണ് പോളറൈസ്ഡ് ആണ് ആ ഇലക്ട്രേറ്റ് എന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ എന്താ സംഭവിക്കുന്നത്? 24% വോട്ടാണ് റിഫോം UK നേടുന്നത്. അത് നല്ലൊരു ശതമാനം ഈ പറയുന്ന ലോവർ മിഡിൽ ക്ലാസ് സെറ്റിങ്സ് ഉള്ള ആളുകളാണ്. റിഫോം UKയുടെ മുന്നേറ്റത്തെ ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഔട്ട് ഓഫ് പ്രൊപ്പോർഷനായിട്ട് മാധ്യമങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷേ റിഫോം UK 24% വോട്ട് വാങ്ങി എന്നുള്ളത് മാത്രമേ നമ്മൾ കാണേണ്ട വേറൊരു ഡെവലപ്മെൻ്റ് എന്ന് വെച്ചാൽ ഗ്രീൻ പാർട്ടി എന്ന് പറയുന്ന എന്താണ് ലേബർ പാർട്ടിയുടെ ഇടതുപക്ഷ ലൈൻ പോരാ എന്ന നിലപാടുള്ള ആളുകളാണ് ഗ്രീൻ പാർട്ടിയിലേക്ക് പോകുന്നത്, ഗ്രീൻ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത്. അവർ 18% വോട്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരേ സമയം എന്താണ് നമ്മുടെ പൊസിഷൻ മിസ്സാവുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ വിഭാഗം ആളുകൾ ഗ്രീൻ പാർട്ടിയിലേക്ക് പോകുന്നു, പ്രോഗ്രസീവ് ഉള്ള ആളുകൾ ഗ്രീൻ പാർട്ടിയിലേക്ക് പോകുന്നു. അപ്പുറത്തിൽ കുറേ അധികം ആളുകൾ റിഫോം യുക്കെക്ക് കൺസർവേറ്റീവ് പാർട്ടിയിൽ നല്ലതുപോലെ വോട്ട് കിട്ടിയിട്ടുണ്ട്, കുറേ അധികം വോട്ട് ഈ ലേബർ പാർട്ടിയിൽ നിന്ന് പോകുന്നു. അപ്പോൾ ഇരു കൂട്ടരെയും സംതൃപ്തിപ്പെടുത്താൻ പറ്റിയില്ല. അതായത് പുരോഗമന നിലപാടുകൾ സ്വീകരിക്കണം, സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ലേബർ പാർട്ടിയുടെ കോർ വോട്ട് ബാങ്കിൽ നിന്ന് നല്ലൊരു വോട്ട് ഗ്രീനിലേക്ക് പോയി. വേറെ കുറേ അധികം ഈ സാമ്പത്തികമായ പ്രശ്നങ്ങൾ അസമത്വം പരിഹരിക്കാൻ പറ്റുന്നില്ല, ഹൗസിംഗ് വളരെ പ്രധാനം, ഹൗസിംഗ്, ഹെൽത്ത് കെയർ ഇതൊക്കെയാണ് പ്രധാന പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അതിൽ ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല, ഭരണകൂടം ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല. അസംതൃപ്ത ആളുകൾ റിഫോം UKക്ക് അവരെന്താണ് നമ്മൾക്ക് ഇതൊന്നും ലഭിക്കാത്തത് മറ്റവന്മാർ കയറി വരുന്നതുകൊണ്ടാണ് എന്നുള്ള പഴയ സാധനം തന്നെയാണ്. അപ്പോൾ ആ നിലക്ക് ലേബർ പാർട്ടി അവർ ശരിക്കും എന്ത് ചെയ്യണമെന്ന് പറ്റാത്ത ഒരു പ്രതിസന്ധിയിൽ പെടുകയാണ്. അങ്ങനെയാണ് ഈ മനുഷ്യൻ രാജിവെക്കുന്നു. പുതിയ ആൻറ്റി ബേൺഹാം, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഒരു മാഞ്ചസ്റ്റർ 3 തവണയോ മറ്റോ മാഞ്ചസ്റ്റർ മേയറായിരുന്നു. അപ്പോൾ ആ മേയർ എന്നുള്ള നിലക്കുള്ള പുള്ളിയുടെ പെർഫോമൻസ് അംഗീകരിക്കപ്പെട്ടതാണ്. നമ്മുടെ സൗറാൻ മംദാനിയൊക്കെ പറയുന്നത് പോലുള്ള പോളിസീസാണ് അദ്ദേഹം അവിടെ നടപ്പിലാക്കിയത്. ഹൗസിങ്ങുമായി ബന്ധപ്പെട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട്, പബ്ലിക് ഗ്രോസറി, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഒരു പ്രോ സോഷ്യലിസ്റ്റ് അപ്രോച്ച് സ്വീകരിക്കുന്ന ഒരാളാണ്. പിന്നെ സ്റ്റാമറുടെ ഒരു പ്രശ്നം വലിയ തോതിൽ പ്രോ ഇസ്രായേൽ നിലപാട് സ്വീകരിച്ചു. ഗസ ജിനോസൈഡിൻ്റെ സമയത്ത് അതിന് കൂടെ നിന്ന് ആ സമയത്ത് പോലും ആയുധങ്ങൾ കയറ്റി വെച്ച്. പക്ഷേ ഈ പറയുന്ന ആൻറ്റി ബേൺഹാം എന്താണ് കടുത്ത ഇസ്രായേലി വിരുദ്ധനാണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇസ്രായേൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ആളാണ്. സ്റ്റാമറേക്കാൾ ഇസ്രായേൽ കാര്യത്തിൽ കർക്കശമായ നിലപാടുകളാണ്. അപ്പോൾ അതുകൊണ്ട് ചില പ്രതീക്ഷകൾ ആളുകൾക്കുണ്ട്. കാരണം വ്യത്യസ്തമായി, പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഇദ്ദേഹത്തിന് ഡെലിവറി ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ്. ഒന്നാമത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ പൊസിഷൻ എടുക്കാൻ, സമ്മർദ്ദത്തെ അതിജീവിച്ച് പൊസിഷൻ എടുക്കാൻ സാധിക്കുമെന്നൊരു അത് ഇൻ്റർനാഷണൽ അറീനയിൽ. പക്ഷേ ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ ഡെലിവറി ചെയ്യണം, ഇത് ആളുകൾക്ക് ഇത് കിട്ടണം. സംഗതി പബ്ലിക് അഫോർഡബിലിറ്റി എന്ന് പറയുന്നൊരു വാക്ക് ഇപ്പോൾ വെസ്റ്റേൺ പൊളിറ്റിക്സ് ഉണ്ട്. ഈ അഫോർഡബിൾ ആക്കണമെങ്കിൽ അതിനനുസരിച്ച് എക്കണോമിയുടെ അവസ്ഥ അതിനനുസരിച്ചല്ല. പൊതുകടം വലിയ തോതിൽ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എക്കണോമിയെ നേരെയാക്കാൻ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ടെന്നുള്ളതാണ് ചോദ്യം. അതിൽ അദ്ദേഹം പരാജയപ്പെട്ട് ഒരു പിടുത്തമായിട്ടില്ല, കടിച്ചു തൂങ്ങി നിൽക്കാനും പറ്റില്ല, പോകേണ്ടി വരും. ചിലപ്പോൾ ഇനിയും ഈ ടേം പൂർത്തിയാക്കിയാൽ ഇനിയും ചിലപ്പോൾ ഒരുപക്ഷെ പുതിയ പ്രൈം മിനിസ്റ്ററെ ചിലപ്പോൾ കാണേണ്ടി വരും. യെസ്, അപ്പോൾ ഈ പ്രതിസന്ധികളെ മറികടക്കുക അത്ര എളുപ്പമാണോ പുതിയ നേതൃത്വത്തിന്? ജെയിംസ്, പ്രതിസന്ധി മറികടക്കണമെങ്കിൽ പ്രതിസന്ധി എവിടെ നിന്ന് തുടങ്ങിയെന്ന് മനസ്സിലാവണം. ഇപ്പോൾ 2011 സോഷ്യൽ മീഡിയ വ്യാപകമാകുന്നു, ഫേസ്ബുക്ക് വരുന്നു, വാട്സപ്പ് ഉണ്ടാകുന്നു. അപ്പോൾ വലിയ വലിയ നെടുങ്കൻ ലേഖനങ്ങൾ, ഇപ്പോൾ ഡോക്ടർ ടി ശ്രീകുമാർ അതിന് എത്രയോ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വന്നാൽ ലോകത്തിങ്ങനെ എന്താണ് ജനസഞ്ചയത്തിൻ്റെ രാഷ്ട്രീയം ഇങ്ങനെ വരും, ജനങ്ങൾ തെരുവിലിറങ്ങും, മൾട്ടിറ്റ്യൂഡ് ഇങ്ങനെ ഭരണകൂടങ്ങളായിട്ട്. അപ്പോൾ ആ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. മുല്ലപ്പൂ വിപ്ലവം നടക്കുന്നു, യുക്രൈനിൽ ഓറഞ്ച് വിപ്ലവം നടക്കുന്നു, അങ്ങനെ പല വിപ്ലവങ്ങളും നടക്കുകയാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ജനാധിപത്യത്തിൽ പുതിയൊരു ഫാക്ടറായി വരികയാണ് എന്നൊരു തോന്നലുണ്ടാക്കിയൊരു സമയമാണ്. പക്ഷേ ഈ 2014 മുതൽ 2016 വരെ നമ്മൾ പിന്നെ കാണുന്നത് ഇന്ത്യയിൽ മോദി വരുന്നു, 2016 US ട്രംപ് വരുന്നു, 2016 ബ്രെക്സിറ്റ് സാധ്യമാകുന്നു. അപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ ശരിക്കും എന്താണ് ഡെമോക്രസിയോട് ചെയ്യുന്നത്, ജനാധിപത്യത്തോട് ചെയ്യുന്നുള്ള ഒരു ബോധം ആളുകൾക്കുണ്ടാകുന്നത്. ഇത് ശരിക്കും സോഷ്യൽ മീഡിയ ഡ്രിവൺ കയോസാണ് ഇപ്പോൾ ബ്രിട്ടനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബ്രെക്സിറ്റ് വരാൻ തന്നെ കാരണം എന്താണ്? ബ്രെക്സിറ്റിൻ്റെ ഏറ്റവും കൂടുതൽ വാട്സപ്പ് ഫോർവേഡ് പ്രചരിച്ചത് 400 ബില്യൺ പൗണ്ട് വർഷാവർഷം യൂറോപ്യൻ യൂണിയൻ കൊടുത്തുകൊണ്ടാണ് UK യൂറോപ്യൻ യൂണിയനിൽ നിലനിൽക്കുന്നത് എന്ന വ്യാജ പ്രചാരണമാണ് യഥാർത്ഥത്തിൽ ബ്രെക്സിറ്റിൻ്റെ തുടക്കം. അവിടുത്തെ ഏതോ ഒരു മിത്രം പടച്ചുവിട്ടൊരു സാധനം വാട്സപ്പ് ഫോർവേഡ് വ്യാപകമായി പ്രചരിച്ചു. ഇതിങ്ങനെ പ്രചരിച്ചത് സീരിയസ് ആവുകയാണ്. ആദ്യം ഇത് ഒരു അഭയാർത്ഥികളെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിപ്പിക്കുന്നു. പിന്നെ അവിടെയുള്ളൊരു പ്രശ്നം, ഈ
ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഇമിഗ്രൻസ് വരുന്നുണ്ട്, പ്രത്യേകിച്ചും ഈ ബ്ലൂ കോളർ ജോലി ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അത് ആ ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ പ്രശ്നത്തിൻ്റെ കാരണം അത് കുറേ കൂടി പൊളിറ്റിക്കലാണ്. എന്തുകൊണ്ടാണ് ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്നുള്ള ആളോട് ഇവരോട് എന്തെങ്കിലും റേസിസ്റ്റ് മനോഭാവമുള്ളതുകൊണ്ടല്ല. റഷ്യയും ബ്രിട്ടനുമാണ് ലോകത്തെ റഷ്യയുടെ ഏറ്റവും ശത്രുതയുള്ള രാജ്യം UK ആണ്. അപ്പോൾ ഇതിനിടയ്ക്കാണ് ഈ ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ നടക്കുന്നത്. പിന്നെ ഇവർക്ക് ഒരു പഴയ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാസ്റ്റും ഉണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാരോട് പൊളിറ്റിക്കലായിട്ടുള്ളൊരു വിയോജിപ്പുണ്ട്. അപ്പോൾ ഇവന്മാരൊക്കെ വന്ന് ഇവിടെ അങ്ങോട്ട് കയറുകയാണ്, റഷ്യക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടാക്കും എന്നുള്ളൊരു തോന്നൽ ആളുകൾക്കിടയിലുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോൾ ഈ വാട്സപ്പ് ഫോർവേഡുകൾ കൂടി പ്രചരിച്ചപ്പോൾ ഇത് സീരിയസ് ആയി ഇതൊരു വലിയ ഡിസ്കോഴ്സായി മാറിയപ്പോഴാണ് അന്നത്തെ പ്രധാനമന്ത്രി ഡേവിഡ് കാമറൺ എന്ന റഫറണ്ടം നടത്താമെന്ന് പറഞ്ഞു. അദ്ദേഹം പോലും വിചാരിച്ചില്ല ഈ റഫറണ്ടം വിജയിക്കുമെന്ന്. ഇതിൽ പണ്ട് യേശുക്രിസ്തു പറഞ്ഞല്ലോ, യേശുക്രിസ്തു വന്ന് പ്രസംഗിക്കുമ്പോൾ അപ്പൻ മകനോടും ഭർത്താവ് ഭാര്യയോടും സഹോദരൻ സഹോദരിയോടും എതിരാകും എന്ന് പറഞ്ഞതുപോലെ ഞാനന്ന് ഓർക്കേണ്ടി റോയിട്ടേഴ്സിൻ്റെ ബൈറ്റുകൾ വരും ഈ ബ്രെക്സിറ്റിനെ പറ്റിയുള്ള. ഒരു വീട്ടിൽ തന്നെ മോള് പറയും ബ്രെക്സിറ്റ് വേണ്ട, അമ്മ പറയും വേണമെന്ന് പറയും, അച്ഛൻ പറയും വേണ്ടെന്ന് പറയും. അങ്ങനെ ആളുകൾ പോളറൈസ്ഡായി. പറഞ്ഞു മനസ്സിലുണ്ടോ? ഇത് നമുക്കിപ്പോൾ തമാശയായിട്ട് തോന്നും, അതൊരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന കയോസ് വലുതാണ്. ഇത് നുണയാൽ പ്രചരിപ്പിക്കപ്പെട്ടൊരു കാര്യമാണ്, നുണയുടെ മേൽ പടുത്തുയർത്തപ്പെട്ട റഫറണ്ടാണ്. ഈ റഫറണ്ടത്തിൽ എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് ആളുകൾ ഇൻഫോംഡ് അല്ല. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ പ്രശ്നമുണ്ടോ? നമ്മൾ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് നമുക്ക് 400 പൗണ്ട് വെച്ച് പോകുന്നുണ്ടോ, 400 ബില്യൺ പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ യുക്രൈനിൽ നിന്നും ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും വലിയ ആളുകൾ നമ്മുടെ ജോലി കൊണ്ടുപോകുന്നുണ്ട്? ഈ കാര്യത്തിൽ ആളുകൾ ഇൻഫോംഡ് അല്ല. തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുടെ ഡിസിഷൻ എടുത്താണ്. അത് സത്യമാണ്. തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകൾ എടുത്തൊരു റഫറണ്ടമാണ് ബ്രെക്സിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 55% 49% മാറുന്നത്. ആളുകൾ ഇൻഫോംഡ് ആയിരുന്നില്ല. എന്നിട്ട് ബ്രെക്സിറ്റ് റഫറണ്ടം വന്നു. അപ്പോൾ റഫറണ്ടം നടപ്പാക്കേണ്ടതാണ് ഡേവിഡ് കാമറോണാണ്. അദ്ദേഹത്തിന് തന്നെ വൈമനസ്യാണ് നടപ്പാക്കണോ വേണ്ടയോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജനാധിപത്യപരമായ തൻ്റെ ധാർമ്മിക അവകാശം ഉപയോഗിച്ച് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച് അദ്ദേഹം ഇറങ്ങി. തൊട്ടുടനെ വന്നത് തെരേസ മേ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ്. അവർ ബ്രെക്സിറ്റിന് ഒരു കാലത്തും അനുകൂലിച്ചിട്ടില്ല മാത്രമല്ല അതിശക്തമായിട്ട് എതിർക്കുന്ന ആളായിരുന്നു. അവർക്കാണ് ബ്രെക്സിറ്റ് നടപ്പാക്കേണ്ട ചുമതല. ഇപ്പോൾ ഈ ബ്രെക്സിറ്റ് നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ നിസ്സാരമായിട്ട് ഇതിനെ കാണരുത്. ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളൊരു പ്രഖ്യാപനം നടത്തി, ഞങ്ങൾ ഈ നാളെ മുതൽ യൂറോപ്യൻ യൂണിയനിൽ. അങ്ങനെയല്ല. ട്രേഡ് വലിയ പ്രശ്നമാണ്. ഒന്ന്, ഇത് ഫ്രീ ട്രേഡിൻ്റെ കാലമാണ്. യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അവരുടെ ആ സോൺ എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് ഇല്ല, അതിർത്തി പരിശോധന ഇല്ല, ചെക്ക് പോസ്റ്റ് ഇല്ല. അവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു പുതിയ അതിർത്തി രൂപം കൊള്ളുന്നു. ഇവിടെ എല്ലാം കസ്റ്റംസ്. ഈ കസ്റ്റംസ് വേറൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. ഒന്ന്, നമുക്കറിയാം UK പല രാജ്യങ്ങളുടെ ഒരു കൂട്ടാണ്. സ്കോട്ട്ലാൻഡ്, നോർത്തേൺ അയർലൻഡ്, വെയിൽസ്, അങ്ങനെ ഇംഗ്ലണ്ട്. ഈ നോർത്തേൺ അയർലൻഡ് എന്ന് പറയുന്ന ഭാഗം യഥാർത്ഥത്തിൽ എന്താണ്? അയർലൻഡ് എന്ന് പറയുന്ന മറ്റൊരു രാജ്യത്തിൻ്റെ ഒരു കഷ്ണം അവർ പിടിച്ചു വച്ചേക്കുന്നതാണ്. അതിൻ്റെ പേരിൽ ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി അവിടെ ഈ UK വിട്ടുപോകണമെന്ന് പറഞ്ഞു ദീർഘനാൾ UK സായുധ സമരം നടത്തിയിരുന്നു. പിന്നെ അതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട്. വിഘടനവാദി, നമ്മളിവിടെ പറയുന്ന തീവ്രവാദികൾ, ഭീകരവാദികൾ എന്ന് പറയുന്ന ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി ബ്രിട്ടനുമായി യുദ്ധത്തിലായിരുന്നു. അപ്പോൾ അതിൻ്റെ മുറിവ് കിടക്കുന്നിടത്താണ് അവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യാൻ പോണ്? അയർലൻഡ് ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ്. അയർലൻഡിൻ്റെ അതേ അതിർത്തിയിൽ നോർത്തേൺ അയർലൻഡിൽ കൊണ്ടൊരു ചെക്ക് പോസ്റ്റ് വെച്ചാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ നോർത്തേൺ അയർലൻഡിലുള്ള ആളുകളും റിപ്പബ്ലിക് ഓഫ് അയർലൻഡിലുള്ള ആളുകളും തമ്മിൽ പരസ്പരം കൾച്ചറലി ലിങ്ക്ഡായി കിടക്കുന്ന ആളുകളാണ്. ഒരേ ഭാഷ സംസാരിക്കുന്ന കുടുംബ ബന്ധങ്ങളുള്ള ആളാണ്. അവിടെ കൊണ്ട് ചെക്ക് പോസ്റ്റ് വെച്ചാൽ അത് അതിലും വലിയ കുഴപ്പമാകും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് മാത്രമല്ല, യൂറോപ്യൻ യൂണിയനുമായിട്ട് ആദ്യം ഒരു വിഡ്രോവൽ എഗ്രിമെൻ്റ് ഉണ്ടാകണം. ആ എഗ്രിമെൻറ്റ് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യണം. ഈ പ്രോസസ്സിനിടയ്ക്കാണ് തെരേസ മേ രാജിവെക്കുന്നത്. പിന്നെ എന്താണ് ലിസ്ട്രസ് എന്ന് പറയുന്ന, ലിസ്ട്രസ് ആണ് അല്ല, ബോറിസ് ജോൺസൺ വരുന്നത്. ബോറിസ് ജോൺസൺ എന്ന് പറഞ്ഞാൽ വേറൊരു വട്ടൻ. അയാൾക്ക് ഇതൊന്നും സാധിച്ചില്ല, അയാൾ രാജിവെക്കുന്നു. പിന്നെ ലിസ്ട്രസ് വരുന്നു. ഇവരെല്ലാം കൺസർവേറ്റീവ് പാർട്ടി പ്രധാനമന്ത്രിമാരാണ്. ലിസ്ട്രസ് വരുന്നു. പിന്നെ അതിനുശേഷം ഋഷി സുനക് വരുന്നു. ഇതെല്ലാം കുഴഞ്ഞു പറഞ്ഞ് അവസാനം 2020 ഈ പറയുന്ന വിഡ്രോവൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കി. പക്ഷെ പിന്നെ വീണ്ടും ട്രേഡ് എഗ്രിമെൻറ്റുകൾ തുടങ്ങണം. ഓരോ രാജ്യവുമായിട്ടും വ്യാപാര കരാറുണ്ടാക്കണം. ഇത് ചില്ലറ പ്രശ്നമല്ല. ഇപ്പോൾ 2016 ഇപ്പോൾ 2026 10 വർഷം. ഈ 10 വർഷത്തിൽ ഒരു 4% ഇടിവ് ഈ ബ്രെക്സിറ്റ് എന്ന ഒറ്റ കാര്യം കൊണ്ട് തന്നെ ബ്രിട്ടീഷ് എക്കണോമിയിൽ ഉണ്ടായിട്ടുണ്ട്. ബ്രിട്ടീഷ് GDP ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ചെറിയ പ്രശ്നങ്ങളല്ല. അവിടെ നിന്ന് പലരും വിട്ടുപോയി, പല ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പും വിട്ടു. ഇപ്പോൾ ടാറ്റയുടെ ജാഗ്വറൊക്കെ അവിടെ നിന്ന് വിട്ടുപോയി. ജാഗ്വർ നല്ല വിപണിയുള്ള സ്ഥലമാണ്, UK നിർമ്മിക്കുന്നതാണ്. ടാറ്റ അത് വാങ്ങിയതാണ്. അവരൊക്കെ അവിടെ നിന്ന് മാറ്റി, പ്ലാന്റേ മാറ്റി. അവർ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനെ ബാധിച്ചു, ട്രേഡിനെ ബാധിച്ചു, മൊത്തം കയോസായി. എന്നിട്ട് ഇപ്പോൾ യുക്രൈനിൽ നിന്നും റൊമേനിയയിൽ നിന്നും ആളുകൾ വരുന്നു എന്നുള്ളതായിരുന്നുള്ള ഒരു പ്രചാരണം. അവർ വന്നില്ല എന്ന് കരുതട്ടെ. എന്നിട്ടിപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഗുഡ്ക തുപ്പി ഇറക്കുന്ന നോർത്ത് ഇന്ത്യക്കാരാണ് മൊത്തം, മാഞ്ചസ്റ്ററിലും ലണ്ടനിലും ഒക്കെ. കാരണം ഇന്ത്യയിൽ നിന്ന് ധാരാളം ആളുകളെ മൈഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ യുക്രൈൻകാരെ കണ്ട് ഭയന്ന് ബ്രെക്സിറ്റ് നോട്ട് ചെയ്ത ബ്രിട്ടീഷുകാരെന്തായി? ഇപ്പം നോക്കുമ്പോൾ സംഖ്യകൾ ഗുഡ്കയും പാനും തുപ്പി നടക്കുക. സീരിയസ്ലി, നമ്മൾ എത്രയോ വീഡിയോസ് അവിടെ നിന്ന് കാണുന്നത്.
BBC ഒരു ദിസ് ഈസ് നോട്ട് ലക്നോ ഓർ UP എന്ന് പറഞ്ഞിട്ട് മാഞ്ചസ്റ്ററിന്റെ സ്ട്രീറ്റ് ഉണ്ട്. തുപ്പിയതിന്റെ ഒരു ക്ലോസപ്പ് പടം വെച്ചിട്ട് BBC ഒരു ആർട്ടിക്കിൾ ചെയ്തിരുന്നു. അത് മാത്രമാണോ? മുണ്ടെടുത്ത അച്ചായന്മാർ ഇത് ഇവിടെ നടക്കുന്നു, മുണ്ടൊക്കെ മടങ്ങി കുത്തി മാഞ്ചസ്റ്ററിൽ നടക്കുന്നു. ഇവരെന്തിനാണ് ഭയന്നത്? യഥാർത്ഥത്തിൽ അത് തന്നെ സംഭവിക്കുന്നു. എക്കണോമിക് ഡീഗ്രോത്ത് ഉണ്ടാകുന്നു, ഇങ്ങനെയുള്ള വലിയ കയോസിലേക്ക് പോകുന്നു. അതിനുശേഷമാണ് 2024 ഇലക്ഷനിൽ ലേബർ പാർട്ടി വരുന്നത്, വലിയ ഭൂരിപക്ഷത്തോടെ വരുന്നത്. ലേബർ പാർട്ടി വന്നപ്പോഴും അവർക്ക് ഈ പ്രശ്നങ്ങളില്ല. അപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളാണത്. അതിനുശേഷം ഈ പറയുന്ന വിഡ്രോവൽ എഗ്രിമെൻറ്റ് കഴിഞ്ഞു, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റുകൾ ഉണ്ടാക്കി. ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ നിലനിൽക്കുന്ന പ്രശ്നങ്ങളോടൊപ്പം തന്നെ ഈ പറയുന്ന സാമ്പത്തിക മാന്ദ്യം, ജീവിത ചെലവ് വർദ്ധിക്കുന്നത്, ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവർ നേരിടുന്ന പ്രശ്നം. ഇപ്പോൾ പുതിയ പ്രധാനമന്ത്രി ആൻറ്റി ബേൺഹാമിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മുമ്പിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് അത് തന്നെയാണ്. ജനങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ. മറ്റേ പ്രശ്നങ്ങൾ കഴിഞ്ഞു, അത് ആ ഒരു റിയാലിറ്റിയോട് അവർ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക, സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഇഷ്ടമല്ലാത്ത ഭരണാധികാരികൾ വരും. ഒരു രാജ്യം, യൂറോപ്യൻ യൂണിയൻ പോലെ ഒരു മൈറ്റി പൊളിറ്റിക്കൽ സ്ട്രക്ചറിൽ നിന്ന് വിട്ടുപോവുക. സോവിയറ്റ് യൂണിയൻ തകർന്ന പോലെ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻ്റാണത് ബ്രെക്സിറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ ഈ പറയുന്ന വ്യാജ പ്രചാരണങ്ങൾ, മിസ്ഇൻഫർമേഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഒരു ഡെമോക്രസിയിൽ പൗരന്മാർ അവർ എന്താണ് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിക്കുന്നത് പോലെ പ്രധാനമാണ് തെറ്റായ വിവരങ്ങൾ അവരുടെ തലച്ചോറിലേക്ക് വരാതിരിക്കുക എന്നുള്ളതും. നമ്മുടെ രാജ്യത്തും എന്താണ് സംഭവിക്കുന്നത് താരതമ്യം ചെയ്തു നോക്കുക. യെസ്, എന്തായാലും ബ്രെക്സിറ്റ് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, കുടിയേറ്റം, സാമ്പത്തിക വളർച്ചാക്കുറവ്, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ബ്രിട്ടൻ. അതിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ ബേൺഹാമിന് കൊണ്ടുവരാൻ കഴിയും എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.